സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഭാവി നിശ്ചയിക്കുന്ന നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ധനമന്ത്രി KN ബാലഗോപാൽ ജനുവരി 3-ാം വാരം അവതരിപ്പിക്കാനിരിക്കുന്ന സമ്പൂർണ്ണ ബജറ്റ് വന്നെത്തുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വലിയൊരു രാഷ്ട്രീയ ചുവടുവയ്പായി ഈ ബജറ്റിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. സമീപകാലത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിന് നേരിടേണ്ടി വന്ന തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ ജനവികാരം അനുകൂലമാക്കാൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ ജനകീയ പ്രഖ്യാപനങ്ങളുടെ ഒരു പരമ്പര തന്നെ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. സാമ്പത്തിക പരിമിതികൾക്കിടയിലും ജനങ്ങളെ നേരിട്ട് സ്പർശിക്കുന്ന വികസനക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് സർക്കാരിന്റെ പ്രതിച്ഛായ തന്നെ മെച്ചപ്പെടുത്താനാണ് മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും നേതൃത്വത്തിലുള്ള നീക്കം. സാധാരണക്കാരായ വോട്ടർമാരെയും സർക്കാർ ജീവനക്കാരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ മുഖ്യ ആകർഷണമാകുമെന്നത് ഉറപ്പാണ്. ഈ ബജറ്റിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനം ക്ഷേമ പെൻഷനുകളുടെ വർധനവായിരിക്കും എന്നതാണ് കരുതപ്പെടുന്നത്. നിലവിൽ ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2000 രൂപയായി ഉയർത്താൻ സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ഇതിനായി പ്രതിവർഷം 1300 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് സർക്കാർ ഏറ്റെടുത്തിരുന്നത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം വിശകലനം ചെയ്തപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ പെൻഷൻ വിതരണത്തിലെ കാലതാമസവും തുകയുടെ അപര്യാപ്തതയും വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻ തുകയിൽ വീണ്ടും വർധനവ് വരുത്താനോ അല്ലെങ്കിൽ കുടിശ്ശികയില്ലാതെ കൃത്യമായി വിതരണം ചെയ്യുന്നതിനുള്ള വിപുലമായ ഒരു നിധി രൂപീകരിക്കാനോ ബജറ്റിൽ പ്രഖ്യാപനമുണ്ടാകും. പെൻഷൻ ഗുണഭോക്താക്കൾക്കിടയിലുള്ള അതൃപ്തി പരിഹരിക്കുക വഴി താഴെത്തട്ടിലുള്ള വലിയൊരു വിഭാഗം ജനങ്ങളുടെ പിന്തുണ തിരിച്ചുപിടിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സർക്കാർ ജീവനക്കാരുടെ ഇടയിലുള്ള പ്രതിഷേധം തണുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർണായകമായ ചില മാറ്റങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറെക്കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന പങ്കാളിത്ത പെൻഷൻ സംവിധാനം പിൻവലിച്ച് പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിനെ കുറിച്ചും ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായേക്കാം. ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഒരു ബദൽ സംവിധാനത്തെക്കുറിച്ചും സർക്കാർ പഠിച്ചു വരികയാണ്. ഇതിനു പുറമെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങളും ബജറ്റിന്റെ ഭാഗമായി വരാനിടയുണ്ട്. നിലവിലുള്ള ക്ഷാമബത്ത കുടിശ്ശികയുടെ ഘടുകൾ അനുവദിക്കുന്നതിനും ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിനുമുള്ള പ്രാഥമിക തുക ബജറ്റിൽ വകയിരുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പിന്തുണ ഉറപ്പാക്കുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ ഗുണം ചെയ്യുമെന്ന് ഇടതുമുന്നണി കണക്കുകൂട്ടുന്നു. സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ പരിധിയിൽ വരാത്ത ദരിദ്ര കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രത്യേക ധനസഹായം ഉറപ്പാക്കുന്ന പദ്ധതികൾക്കും ബജറ്റിൽ മുൻഗണന ലഭിക്കും. നേരത്തെ ആശാ വർക്കർമാരുടെ അലവൻസ് വർദ്ധിപ്പിച്ചത് വലിയ സ്വീകാര്യത നേടിയിരുന്നു. ഇതിന്റെ തുടർച്ചയായി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്കും അംഗനവാടി ജീവനക്കാർക്കും കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. ചെറുകിട കർഷകർക്കും തീരദേശ നിവാസികൾക്കുമായി പ്രത്യേക പാക്കേജുകളും ബജറ്റിൽ ഇടം പിടിച്ചേക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം തന്നെ ജനങ്ങളുടെ ക്രയശേഷി വർദ്ധിപ്പിക്കുന്ന പദ്ധതികൾക്ക് ഊന്നൽ നൽകാനാണ് ധനമന്ത്രി ശ്രമിക്കുന്നത്. സാമ്പത്തിക പ്രമുഖരുമായി നടത്തിയ ചർച്ചകളിൽ നിന്ന് ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് സംരംഭക സൗഹൃദമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ബജറ്റ് തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലായിരിക്കെ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങളും ബജറ്റ് പ്രസംഗത്തിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി കുറച്ചതും നികുതി വിഹിതത്തിലെ കുറവും കേരളത്തിന്റെ വികസനത്തെ ബാധിക്കുന്നുണ്ടെന്ന് സർക്കാർ വാദിക്കുന്നു. എങ്കിലും ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനാണ് ധനമന്ത്രി ഒരുങ്ങുന്നത്. പുതുക്കിയ നികുതി പിരിവ് സംവിധാനങ്ങളും GST കൗൺസിലിൽ നിന്നുള്ള വിഹിതവും പരമാവധി പ്രയോജനപ്പെടുത്തി വിഭവം സമാഹരിക്കാനാണ് മന്ത്രിയുടെ നീക്കവും. മൊത്തത്തിൽ രാഷ്ട്രീയമായും സാമ്പത്തികമായും സർക്കാരിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഒരു രക്ഷാ പാക്കേജ് എന്ന നിലയിലായിരിക്കും ഈ ബജറ്റ് അവതരിക്കപ്പെടുക. സാധാരണക്കാരന്റെ പോക്കറ്റിൽ പണം എത്തുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നതോടെ വരാനിരിക്കുന്ന നിയമസഭാ യുദ്ധത്തിന് ഭരണപക്ഷം തയ്യാറെടുക്കുകയാണെന്ന വ്യക്തമായ സന്ദേശമായിരിക്കും ഈ ബജറ്റ് നൽകുന്നത്.